ഇന്ന് ബ്രേ വൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തിന് 37 വയസ്സാവുകയായിരുന്നു. അത് ഇന്ന് ബ്രേ വൈറ്റിൻ്റെ ബർത്ത്ഡേ ആണ്. പറ്റുമെങ്കിൽ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തിന് ബർത്ത്ഡേ വിഷ് നേരുക. എന്തായാലും നമ്മുടെ പാനിൻ്റെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തിന് ബർത്ത്ഡേ വിഷസ് നേരുക. എന്തായാലും നമ്മൾ ബ്രേ വൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. എന്തായാലും ബ്രേ വൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അതായത് വൈറ്റ് സിക്സ് ഫാക്ഷൻ്റെ മറ്റൊരു ടീസ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ടീസ് അവരുടെ വാട്സപ്പ് ചാനലാണ് അവരിടുന്നത്. എന്തായാലും അവർ വാട്സപ്പ് ചാനലിൽ ചെയ്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് റിമെമ്പർ ഹു ആർ യു എന്നാണ്. എന്തായാലും ഈ ഒരു പോസ്റ്റ് പലവട്ടം അവർ ചെയ്തിട്ടുണ്ട്, റിമെമ്പർ ഹു ആർ യു എന്നുള്ള, അത് ഇതുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന പോസ്റ്റ്. സോ ആ പോസ്റ്റിലെല്ലാം ചെറിയ ചെറിയ ഹിൻസ് ഉണ്ട്. എന്തായാലും ആ ഒരു ഹിൻസ് നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ആദ്യത്തെ പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 8 PM എന്നാണ്. അത് പല പോസ്റ്റ് ഉണ്ട്. അതിൽ ഒരു പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് ചെറിയ 8 PM എന്നും, മറ്റൊരു പോസ്റ്റിൽ TWI എന്നും, അതുപോലെ തന്നെ വേറൊരു പോസ്റ്റിൽ ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു US ടൈം വെച്ചുള്ള ടീസാണ്. പക്ഷേ ഇന്ത്യൻ ടൈമിൽ ഈ ഒരു ടീസ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നാളത്തെ ദിവസം, അതായത് നമുക്കറിയാം നാളെ നമുക്ക് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. എന്തായാലും നാളെ ഒരു സ്ട്രീമിംഗ് ഉണ്ട്, ഒരു 5 മണിക്ക്, രാവിലെ 5 മണിക്ക് നമ്മുടെ ഇന്ത്യൻ സമയത്ത്. സോ ആ ഒരു സ്ട്രീമിങ്ങിൻ്റെ WWE ട്വിച്ച് എന്ന് പറയുന്നവരുടെ ഒരു സംഭവമുണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ കയറി നമുക്ക് WWE ചാനൽ കാണാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്തവരുടെ ഒരു ഷോ ഉണ്ട്. ആ ഒരു ഷോയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത ടീസ്, അതായത് വൈറ്റ് സിക്സ് ഫാക്ഷനുമായിട്ട് വന്നിട്ട് അടുത്ത ടീസ് കാണാൻ സാധിക്കുകയാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത്. സോ ആ ഒരു ടീസ് എന്താണെന്ന് നമ്മൾ അതായത് പലരും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കയറി വെളുപ്പിന് 5 മണിക്ക് ഇരുന്നൊന്നും കാണണമെന്നില്ല. സോ എന്തായാലും ഒരു പുതിയ ടീസ് പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇത് വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു പക്ഷേ എനിക്കൊന്ന് നമ്മുടെ കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ റിംഗ് അവിടേക്കുള്ള എന്തെങ്കിലും ടീസ് ആയിരിക്കുമെന്ന്. എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ലൈനുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ്. പ്രധാനപ്പെട്ടൊരു ട്വിറ്റർ ഹാൻഡിലാണ് ഈ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കോഡി റോക്ക് റസൽമേനിയ 41 ഏതാണ്ട് കൺഫേം ആണ്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു ന്യൂ ബ്ലഡ് ലൈൻ ആംഗിൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാഷ് അറ്റ് ദി കാസിലെയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. സോ എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ്. കോഡി റോക്ക് ആ ഒരു മാച്ച് വേണം. കാരണം നമുക്കറിയാം റസൽമേനിയ 40 തന്നെ ഒരു ഹൈപ്പ് കോഡി റോക്ക് ഉണ്ടാക്കി. സോ ആ ഒരു മാച്ച് നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ റസൽമേനിയ കഴിഞ്ഞ് ഏതെങ്കിലും പേപ്പർ വ്യൂ കാണുമെന്ന്. കാരണം ഹൈപ്പ് അത്രയ്ക്കായിരുന്നു. സോ ഈ ഒരു മാച്ച് റസൽമേനിയ 41 വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഈ ഒരു മാച്ചിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്. അതായത് നമ്മുടെ കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിലേക്ക് CM Punk പോകുമോ, അല്ലെങ്കിൽ കമൻട്രി ടീമിൻ്റെ ഭാഗമാകുമോ, അല്ലെങ്കിൽ അതിന് റിട്ടേൺ അവിടെ ഉണ്ടാകുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് CM Punk ആ ഒരു പേപ്പർ വ്യൂയിലേക്ക് പോലും ട്രാവൽ ചെയ്യുന്നില്ലെന്നാണ്. ട്രിപ്പിൾ എച്ചിൻ്റെയും സംഘത്തിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ CM Punkൻ്റെ ഒരു സംഭവം ആ ഒരു കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ ഉണ്ടാകില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടാതെ ആ ഒരു സമയത്ത് ഏതോ ഒരു ഷോയുടെ കമൻട്രിയിൽ അദ്ദേഹം ഭാഗമാണെന്ന് കേൾക്കുന്നു. സോ ആ ഒരു ടൂർണമെൻ്റ് അല്ല, ആ ഒരു പേപ്പർ വ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വേറൊരു ഷോയുടെ ഭാഗമായിരിക്കും, അതിൻ്റെ ഒരു കമൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും CM Punk ഈ വരുന്ന കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദ റിംഗ് പേപ്പർ വ്യൂവിൻ്റെ ഒരു തരത്തിലും ഭാഗമാകില്ല.